ഗൈസ്, ഞാൻ ഇന്ന് വന്നേക്കുന്നത് വ്ളോഗോ കാര്യങ്ങളായിട്ട് വന്നല്ല. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മുംബൈയിലാണെന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതായത് എല്ലായിടത്തും കാണും കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഒപ്പിക്കുന്ന കുറേ ടീമുകൾ. അത് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടീമുകളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം. വാ. ഇത് മുംബൈയിലുള്ള അത്യാവശ്യം നല്ല ഫേമസ് ആയ ഒരു ബീച്ചാണ്. ഇവിടെ കണ്ടോ, ചെറിയൊരു ഓടാണക്കത്തെ സംഭവം. ഇതിനകത്തുനിന്ന് വരുന്നത് അവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ നിന്നും ചെറിയ ചെറിയ വീടുകളിൽ നിന്നും ഡ്രെയിനേജ് വേസ്റ്റുകളാണ് ഇതുവഴി ഒഴുകി വരുന്നത്. ഈ ഡ്രെയിനേജ് വേസ്റ്റ് എല്ലാം തന്നെ നേരെ പോയി കയറുന്നത് കടലിലോട്ടാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് മാത്രമല്ല, അവിടെ നിന്നപ്പോൾ തന്നെ ഒരാൾ വേസ്റ്റ് കൊണ്ട് തട്ടയാണ് ആ കടലിലുണ്ട്. ഇതേപോലെ അമ്പലങ്ങളിൽ നിന്നൊക്കെ ബാക്കി വരുന്ന പൂക്കളൊന്നും ഒഴുക്കുന്നത് ഇവിടെയാണ്. ചാക്ക് പൂക്കൾ മാത്രമല്ല, ഇതേപോലത്തെ നല്ല പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഇവിടെ ആവശ്യം പോലെ ചാക്ക് കണക്കിന് ഇവിടെ കൊണ്ട് തട്ടുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ കേരളത്തിലത്തേക്ക് ബീച്ച് എത്രമാത്രം വൃത്തിയാണ് നമുക്ക് പറയാനില്ല. അതല്ലെങ്കിലും വൃത്തി തന്നെയാണ്. കാരണം അത് കേരളമാണ്. ഇപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ലൊക്കാലിറ്റിയിലുള്ള ബീച്ചുകൾ പറയുകയാണെങ്കിൽ വർക്കല ബീച്ച്, കോവളം ബീച്ചിലൊക്കെ പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. മിക്ക എല്ലാവരും പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം എത്രമാത്രം വൃത്തിയാണെന്ന്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവിടുത്തെ പരിസരങ്ങളായാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വൃത്തിയൊക്കെ ഉണ്ട്. പ്രകൃതിക്കെതിരെ, അതായത് നമ്മൾ ഒരാൾ വിചാരിച്ചാലൊന്നും ഇതൊന്നും നന്നാവാനും പോകില്ല, വൃത്തിയാവാനും പോകില്ല. അതിനെല്ലാവരും കൂടെ ശ്രമിക്കണം. പക്ഷേ നമുക്ക് ശരിയാക്കാവുന്നുള്ള കാര്യങ്ങൾ പോലും നശിപ്പിക്കുന്നതായിട്ടുള്ള കുറേ ടീമുകളുണ്ട്. അതാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ.